ഹായ് ഡിയേഴ്സ്. അപ്പോൾ CUT-യുടെ എക്സാം അടുത്തെത്താറായി അല്ലേ? ഇപ്പോൾ മെയ് 15-നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു 10-11 ദിവസമേ ഉള്ളൂ എക്സാമിന്. സോ മെയ് 15-ന് നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഒക്കെ എക്സാം ആണ്. എല്ലാവരും ആ ടൈം ടേബിൾ ഒക്കെ ഒന്ന് നന്നായിട്ട് അതിലൂടെയൊക്കെ ഒന്ന് പോവുക, നന്നായിട്ട് ടൈം ടേബിൾ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. നിങ്ങൾ ഏതൊക്കെ ഡൊമൈൻ പേപ്പറാണ് എഴുതാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, NTA-യുടെ ഇതിൽ അവൈലബിൾ ആണ്. സോ അതൊക്കെ ഒന്ന് നോക്കുക. ഞാനിപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് എക്സാം ഹാളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകണ്ട എന്നുള്ള കാര്യത്തിൽ കുട്ടികൾക്ക് നല്ല സംശയമുണ്ട്. സോ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ എക്സാം ഹാളിൽ നിങ്ങൾ എന്തായാലും കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം, മസ്റ്റ് ആണ്. അഡ്മിറ്റ് കാർഡ് ആരും മറന്നു പോകാൻ പാടില്ല. സോ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം ഒന്ന് ഓർക്കുക. പിന്നെ നിങ്ങൾ ഏത് ഫോട്ടോയാണോ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിട്ടുള്ളത് അതേ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ 1-2 കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. സോ ഈ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. അഡ്മിറ്റ് കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നിങ്ങളെ ഫോട്ടോ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് വേണം. ആധാർ കാർഡ് ആയിക്കോട്ടെ, പാൻ കാർഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കൂൾ ID ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ല. ID കാർഡ് മസ്റ്റാണ്. ആരും ID കാർഡ് മറന്നു പോയിട്ട് എക്സാം എഴുതാൻ പറ്റാത്ത സാഹചര്യം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ആധാർ കാർഡോ, പാൻ കാർഡോ, ഫോട്ടോ ID യോ, പാസ്പോർട്ടോ, ബാങ്കിൻ്റെ, നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജോ എന്തായാലും കുഴപ്പമില്ല. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചൂടാണ്, നല്ലോണം വെള്ളം കുടിക്കാനൊക്കെ തോന്നും. സോ നിങ്ങൾ കളർ ചെയ്തിട്ടുള്ളതോ ട്രാൻസ്പെറൻ്റ് അല്ലാത്തതോ ആയിട്ടുള്ള വാട്ടർ ബോട്ടിലൊന്നും എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പക്ക ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ മാത്രമേ നമ്മൾ എക്സാം ഹോളിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ വേണം നിങ്ങൾക്ക്. കാരണം ചൂടാണ്, എല്ലാവർക്കും നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. സോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ മാത്രമേ നിങ്ങൾ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ ഡിഫറൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ടൈം റിലാക്സേഷൻ ഒക്കെ NTA പരാമർശിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കുട്ടികൾ നിങ്ങളുടെ ഇത് വെളിപ്പെടുത്തുന്നുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് കയ്യിൽ കരുതണം. ഓക്കെ. നിങ്ങൾക്ക് ടൈം റിലാക്സേഷൻ കിട്ടാൻ എന്താ പറയുക, അർഹതപ്പെട്ട കുട്ടികളാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങളുടെ കയ്യിൽ വേണം. ആ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പെൻ ആൻഡ് പേപ്പർ യൂഷ്വലി നമ്മളെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് അവിടുന്ന് തരുന്നതാണ്, അല്ലാണ്ട് പുറത്തുനിന്നുള്ള പേപ്പർ ഒന്നും അവരകത്തേക്ക് കയറ്റൂല. പിന്നെ ഇലക്ട്രോണിക് വാച്ചുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്, ഫോണ്, കാൽക്കുലേറ്റർ, ഇതൊന്നും നിങ്ങൾക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആരും സ്മാർട്ട് ഫോൺ അങ്ങനത്തെ ഡിവൈസുകളും കൊണ്ട്, ഹെഡ്സെറ്റ്, ഇതൊന്നും ആയിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് നന്നായിട്ടൊരു ശ്രദ്ധ വേണം. പിന്നെ മെയ് 15, 16, 17 എക്സാമുള്ള കുട്ടികൾ ടൈം ടേബിൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊന്നും പാടില്ല. കറക്റ്റ് ഒരു ഓർഡറിൽ ടൈം ടേബിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ വേണം. പിന്നെ മിതമായിട്ടുള്ള രീതിയിൽ മാന്യമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. NTA ഗൈഡ് ലൈൻസ് അത് പറയുന്നുണ്ട്, മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. സോ ഇനി അതിൻ്റെ ഡ്രസ് കോഡിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡ്രസ് കോഡ് എന്താണെന്നുള്ള കാര്യം ഞാനൊരു വീഡിയോ ചെയ്ത് തരാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. CUT അടിപൊളിയാക്കുക. സോ ഏകണ്ട ലൈവ് ക്ലാസ്സുകളൊക്കെ കാണുക, നമ്മുടെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ കാണുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് ആൻസർ തന്നെ QAT എക്സാം ആക്കിയ. സോ എല്ലാവരും നമുക്ക് കാണാം. ബൈ.